ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഒത്തിരി നാളിന് ശേഷമാണ് ഞാൻ ഇന്നൊരു വീഡിയോ ഇടുന്നത്. ഇപ്പോൾ ഇന്ന് എന്തായാലും മെഡിക്കൽ കോളേജിലെ രോഗികൾക്ക് പൊതിച്ചോറ് തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ രാവിലെ തന്നെ പറമ്പിൽ നിന്ന് വാഴയില വെട്ടി അത് കഴുകി വൃത്തിയാക്കി വാട്ടി തുടച്ചെടുത്തിട്ടുണ്ട്. 50 പേർക്കുള്ള ചോറാണ് ഇന്ന് തയ്യാറാക്കുന്നത്. എല്ലാ തവണയും ഞാൻ 50 പേർക്ക് കൊടുക്കാറുണ്ട്, പറ്റും പോലെ ചെയ്യാറുണ്ട്. ചില ദിവസം ഒരു 40 അല്ലെങ്കിൽ 35, 50 അത്രയൊക്കെ തന്നെ. അതിൽ കൂടുതൽ കൊടുത്തിട്ടില്ല. 50 മാക്സിമം കൊടുക്കുന്നത്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ തയ്യാറാക്കാറുണ്ട്. ഇത്തവണ മീനൊന്നുമില്ല, വെജാണ്. പിന്നെ അതിന് വേണ്ടി എൻ്റെ ടെറസിലുള്ള പച്ചക്കറികൾ തന്നെ ഞാൻ ഉപയോഗിക്കുന്നു. പിന്നെ ബീട്രൂട്ട് മാത്രം ഞാൻ പുറത്തുനിന്ന് വാങ്ങി, ബാക്കിയെല്ലാം ഇവിടെ വീട്ടിലുള്ളത് തന്നെ, പറമ്പിലുള്ളത് തന്നെ. അപ്പോൾ അവിയൽ, തോരൻ, മെഴുക്കുവരട്ടി, അച്ചാർ, സാമ്പാറുമാണ് ഇന്നത്തെ പൊതിച്ചോറിൽ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പൊതിച്ചോറ് കൊടുക്കുന്നത് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. മനസ്സിനൊക്കെ ഒന്ന് വളരെ സന്തോഷമാണ്. അപ്പോൾ നമ്മളാൽ കഴിയുന്ന കാര്യം മറ്റുള്ളവർക്കും കൂടെ സഹായിച്ചു കൊടുക്കുക എന്നതാണ്. അപ്പോൾ അതിനു വേണ്ടി തലേ ദിവസം തന്നെ വെജിറ്റബിൾസ് എല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാമ്പാർ ഇപ്പോൾ ചോറിൽ ഒഴിച്ചു കൊടുക്കാതെ ഞാനൊരു കവറിൽ കെട്ടിയാണ് വെച്ചിട്ടുള്ളത്. അല്ലാതെ നമ്മൾ സാമ്പാർ ഇപ്പം ചോറിൽ ഒഴിച്ചാൽ ചിലവർക്കത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ പൊതിയിലാവുമ്പോൾ അവർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ എല്ലാ സാമ്പാറും ആദ്യം കവറിൽ കെട്ടി വെച്ചിട്ടാണ് 50 സാമ്പാർ പൊതി കവറിൽ കെട്ടി വെച്ചിട്ട് പിന്നെ ഇലയിൽ ഇട്ടാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എടുത്ത് വയ്ക്കാൻ എളുപ്പമുണ്ട്. അല്ലെങ്കിൽ പിന്നെ സാമ്പാർ പ്രത്യേകം കവറിലാക്കിയ പാടാണ്. അതുകൊണ്ട് ആദ്യം 50 സാമ്പാർ കവറിൽ പൊതിഞ്ഞ് വെച്ചു. പിന്നീടാണ് ഈ ഓരോ ഇലയിലും ഇതിൻ്റെ കറികളൊക്കെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഈ സാമ്പാറും കൂടെ വെച്ച് പൊതിഞ്ഞ് കൊടുക്കുന്നത്. ഇപ്പോൾ ഡിവൈഎഫ്ഐയിലെ പിള്ളേരാണ് വന്നിത് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എല്ലാം തയ്യാറാക്കി വെച്ചതിന് ശേഷം ഡിവൈഎഫ്ഐയിലെ പിള്ളേരെ വിളിച്ചു. അപ്പോൾ അവർ വന്ന് ഇതെല്ലാം കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ എല്ലാ 4 മാസം കൂടുമ്പോഴും നമ്മുടെ ഏരിയയിൽ വരാറുണ്ട്. അപ്പോൾ ഇനി ഈ 4 മാസം കഴിയുമ്പോൾ വീണ്ടും കൊടുക്കണം. അപ്പോൾ എനിക്ക് ഈ പൊതിച്ചോറ് കൊടുക്കുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളെക്കൊണ്ട് കഴിയുന്നത് പോലെയുള്ള കറികളൊക്കെ ഉണ്ടാക്കി ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ 50 പൊതി ഞാൻ ചോറ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 11:30 മണിയാകുമ്പോൾ ഡിവൈഎഫ്ഐയിലെ പയ്യൻ വന്ന് ഇതെല്ലാം കളക്ട് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ അത് വന്നിട്ടുണ്ട് പയ്യൻ. അപ്പോൾ ഞാൻ അവൻ്റെ കയ്യിൽ ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൻ വളരെ ഹാപ്പി ആയിട്ട് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ എനിക്കും ഹാപ്പിയായി, അവനും ഹാപ്പിയായി. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി ഞാൻ ഉടനെ എത്തുന്നു.